പ്രൈസ് ദ ലോർഡ്. അരോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമാ ടിവിയുടെ ഓരോ ശ്രോതാക്കളോടൊപ്പം വീണ്ടും ഒരുമിച്ച് അല്പസമയമായിരിക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സാലി ജോർജ് ആൻറ്റിയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം, കാണാം. നാം എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സാലി ജോർജ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ആൻറ്റി. കർത്താവിൻ്റെ ദാസി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ ആൻറ്റി? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയ ഭാഷനും പ്രേക്ഷകർക്കും അറിയിച്ചു കൊള്ളുന്നു. ഞാനിപ്പോൾ ഒറീസയിൽ ഭുവനേശ്വരത്ത് നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഭവനത്തിലെ എൻ്റെ ഹസ്ബൻഡും 3 മക്കളും 2 മരുമക്കളും 2 കൊച്ചുമക്കളും ഉണ്ട്. ഓക്കെ. കർത്താവിൻ്റെ ദാസിയെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത സമയങ്ങളിലാണ് ഞാൻ അരോമാ ടിവിയെ കുറിച്ച് കേൾക്കുവാൻ ഇടയായത്. ഇതിൽ പറയപ്പെടുന്ന പല സാക്ഷ്യങ്ങളും ഹൃദയസ്പർശിയായിരുന്നു. വിശ്വാസത്തിൽ മുൻപോട്ട് നിലനിൽക്കേണ്ടതിനും വളരെ ഉത്തേജനവും പ്രയോജനവും നൽകി തരുന്നതായിരുന്നു അരോമാ ടിവിയിൽ കൂടിയുള്ള സാക്ഷ്യങ്ങൾ. അതെന്റെ ജീവിതത്തിലും എനിക്കും അത് വളരെ പ്രയോജനമായി തീരുവാൻ കർത്താവ് എന്നെയും സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം ദൈവമക്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വളർന്നു വന്നത് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിലെ വല്യപ്പച്ചൻ ഒരു കർത്തൃ ശുശ്രൂഷനായിരുന്നത് കൊണ്ട് അവിടെ അച്ചടക്കത്തിലും ചിട്ടയിലുമാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനേക ദേവദാസന്മാർ ഭവനത്തിൽ കടന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഒത്തിരി താടിയും മീശയും ഉള്ള ആൾക്കാരെ കണ്ടാൽ ഭയങ്കര ഭയമായിരുന്നു. എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ വണ്ടംമേട് ചാക്കോച്ചൻ എന്ന് പറയുന്ന അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ പതിവായി വരാറുണ്ടായിരുന്നു. ഈ അപ്പച്ചൻ നല്ല താടിയും നീളമുള്ള മീശയും താടിയുമുള്ള കാവ്യ വസ്ത്രം ധരിച്ച് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരുന്നുകൊണ്ട് ആര് കണ്ടാലും കൊച്ചുപിള്ളേർ കണ്ടാൽ പേടിക്കും. അങ്ങനെ ഈ അപ്പച്ചൻ വരുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ ഭയമുണ്ടായിരുന്നു. എപ്പോഴും വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി മറയും, എവിടെയെങ്കിലും പാത്തിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് മുറിയിൽ കയറി വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് മറയാൻ നോക്കിയപ്പോൾ കതകിന്റെ സൈഡിൽ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അപ്പച്ചൻ വന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ എടുത്തോണ്ട് പോയി അപ്പച്ചന്റെ മടിയിലിരുത്തി. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോളെ കരയണ്ട, ഞാൻ മോളെ ഒന്നും ചെയ്യത്തില്ല, കുഞ്ഞു കരയണ്ട, ഞാൻ മോളെ ഒരു പാട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ അവിടെ ഇരുന്ന് അന്ന് പഠിപ്പിച്ച ഒരു പാട്ടാണ്. അതിങ്ങനെയാണ്: കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി, യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി മറിഞ്ഞു പോകുമേ. പിന്നെയും പറഞ്ഞു, യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി മറിഞ്ഞു പോകുമേ. ഈ പാട്ട് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അതിനുശേഷം എൻ്റെ ഭയം മാറി. ആ പാട്ട് എൻ്റെ മക്കളെയും ഞാൻ പഠിപ്പിച്ചു, എൻ്റെ കൊച്ചുമക്കളെയും പഠിപ്പിച്ചു. അത് അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തിലെ ഒരു അനുഭവം. ആ അപ്പച്ചൻ മുഖാന്തരം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാലുള്ള പേടി മാറുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് കൃപ തന്നു. ഇനിയും എൻ്റെ ജന്മനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പത്തനംതിട്ട റാന്നി താലൂക്കില് കരിയമ്പ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ വിദ്യാഭ്യാസവും കരിയമ്പ്ലാവിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ ദേശത്തിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയാനാണെങ്കിൽ, WME ചർച്ച് അല്ലെങ്കിൽ കരിയമ്പ്ലാവ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷം നൽകുന്നതാണ്. എൻ്റെ വീടിന്റെ അവിടുന്നും ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല ഈ WME കൺവെൻഷൻ നടക്കുന്ന സ്ഥലം.
ഈ കഴിഞ്ഞ ആഴ്ചയിലെ 76ാമത്തെ കൺവെൻഷനാണ് നടന്നത്. എനിക്കിപ്പോൾ 64 വയസ്സുണ്ട്. ഞാൻ ജനിച്ചപ്പം തുടങ്ങി ഈ കൺവെൻഷനെ കുറിച്ച് കേൾക്കുകയും അത് അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയ സന്തോഷം എനിക്ക് അതിലുണ്ട്. അന്ന് ചെറിയ പ്രായത്തില് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഈ കൺവെൻഷൻ വരുന്ന സമയത്ത് ഞങ്ങളെ കൺവെൻഷന് കൊണ്ടുപോകും. അവിടെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യും. പക്ഷെ അന്ന് അത്രയൊന്നും അറിയത്തില്ലെങ്കിലും തിരിച്ചു വരുമ്പം ഈ അപ്പച്ചൻ, എൻ്റെ പിതാവ്, ഞങ്ങൾക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരും. ഈ കൺവെൻഷന് ഒരാഴ്ചക്ക് മുൻപേ അവിടെ കടകളെല്ലാം അവിടെ കെട്ടി ഉറപ്പിക്കും കട. അങ്ങനെ അവിടുന്ന് വാങ്ങിക്കുന്നതാണ് തലയിൽ മുടി കെട്ടാനായിട്ട് റിബണ്, ബലൂണ്, കപ്പലണ്ടി, കടലപ്പൊരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആ ഒരു ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സന്തോഷത്തിന്റെ സമയങ്ങളാണ്. അതുകൊണ്ട് കരിയമ്പിലാവ് എന്ന് പറഞ്ഞാൽ WMAയിലെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ ഒരു അഭിമാനമാണ്. അതും ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ ആരംഭ 7 പ്രവർത്തകരിൽ ഒരാളായിരുന്ന കാരമേലി മത്തായിച്ചൻ എന്ന് പറയുന്ന കർത്തൃദാസന്റെ കൊച്ചുമകളാണ് ഞാൻ. എൻ്റെ വല്യപ്പച്ചന് 7 ആൺമക്കളായിരുന്നു. അതിൽ 2 പേര് കർത്താവിന്റെ വേലയിൽ ആയിരുന്നു. ഇപ്പോൾ അവർ 2 പേരും കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഒരാള് ആദ്യമായി പാസ്റ്റർ TM സൈമൺ ഗുജറാത്തിലും അതിനുശേഷം ഡൽഹിയിലും, പാസ്റ്റർ TM ജോർജ് കേരളത്തിലുമായി കർത്താവിന്റെ വേലയിൽ ആയിരുന്നു. ബാക്കി 4 പേര് ബോംബെയിലും വിവിധ സ്ഥലങ്ങളിൽ ജോലിയിലായിരുന്നു. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. എങ്കിലും എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ വളരെ, വിദ്യാഭ്യാസത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആത്മീയ നിലയിലാണ് മുൻതൂക്കം തന്ന് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 6 പെൺമക്കളാണ്. എൻ്റെ വല്യപ്പച്ചൻ 7 ആൺമക്കളും ഞങ്ങൾ വന്നപ്പം 6 പെൺമക്കളുമായി. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പന്മാർക്കും എൻ്റെ വല്യപ്പച്ചനും ഒക്കെ വളരെ സ്നേഹവും സന്തോഷവും കരുതലുമായി ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് ഈ സ്ഥാനത്ത് ഇത്രത്തോളം ആയിരിക്കാൻ തക്കണം സർവകൃപാലുവായ ദൈവം ഇടയാക്കിയതിന്റെ പുറകിൽ ഒരു പശ്ചാത്തലം, എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുകയും, എൻ്റെ പിതാവ് ഒരു സ്നേഹസമ്പന്നനായ പിതാവും സാധുക്കളോട് വളരെ ആദരവും സ്നേഹവും കാണിക്കുകയും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന അപ്പച്ചന്റെ ആ സ്നേഹവും അപ്പച്ചന്റെ ആ ഹൃദയവിശുദ്ധിയും ആണ് ഞങ്ങൾ 6 പെൺമക്കളും നല്ല നിലയിൽ വളർന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയത്. ഞങ്ങൾ 6 പെൺമക്കള് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആത്മീയത്തിൽ വളരെ മുൻതൂക്കം കൊടുത്താണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ ദേശത്ത് ഇന്നും കാരമേലിലെ 6 പെൺമക്കൾ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം നിലനിർത്തുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. മറ്റുള്ള ഉന്നതമായ നിലയേക്കാൾ ആത്മീയത്തിൽ ഉന്നത നിലയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചല്ലോ. അതുകൊണ്ട് ദൈവത്തിന് സർവ്വ ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസം പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത അമ്മാച്ചൻ ഹൈദരാബാദിൽ, പാസ്റ്റർ AN മാത്യു, ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്ന അമ്മാച്ചൻ എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അളിയ മോളെ സാലിമോളെ ഹൈദരാബാദിന് വിട്, ബാക്കിയുള്ള വിദ്യാഭ്യാസം ഞാൻ അവൾക്ക് കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷമായിട്ട് എന്നെ ഹൈദരാബാദിന് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ സാഹചര്യം. അമ്മാച്ചൻ മാന്യമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനും അവർക്ക് 5 മക്കളുണ്ട്. അവർ വലിയ വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയിലും ആയിരിക്കുന്നവരാണ്. എന്നാൽ ഈ അമ്മായി 18 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ആളായിരുന്നു. അമ്മാച്ചന്റെ ഒരു മകന്റെ കുഞ്ഞിന് 3 മാസം പ്രായം. ഈ അമ്മാച്ചന്റെ മരുമകള് ബാങ്ക് ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ ആഹാര രീതികൾ എല്ലാം ഞാൻ ഉണ്ടാക്കണം, ഈ കുഞ്ഞിനെ നോക്കണം, തളർന്നു കിടക്കുന്ന അമ്മായിയെ നോക്കണം. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലെ ഒരു പാഠമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നത്തെ സുവിശേഷ വേലയില് ഞാൻ ഇന്ന് ഈ നിലയിൽ ആകാൻ കാരണം
മോശയ്ക്ക് 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് 80 വർഷത്തെ പരിശീലനം ലഭിച്ചതുപോലെ ആ 2 വർഷത്തെ പരിശീലനമാണ് ഇന്ന് സുവിശേഷ വേലയിൽ ഇത്രമാത്രം ദൈവം എന്നെ കൈപിടിച്ച് നടത്തുവാൻ കാരണമായത്. പല കുഞ്ഞുങ്ങളെ വളർത്താൻ അതുകൊണ്ട് നല്ലതായിട്ട് അറിയാം, ആഹാരം നന്നായി പാചകം ചെയ്യാൻ അറിയാം, ദൈവമക്കൾ വന്നാൽ അവരെ ശുശ്രൂഷിക്കാൻ അറിയാം, അവർക്ക് സ്വാദുള്ള ഭോജനം ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം. ഇതെല്ലാം ഈ 2 വർഷം കൊണ്ട് പഠിച്ചതാണ്. പാപത്തിൽ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടം തിരഞ്ഞെടുത്തതുപോലെ, മോശ തിരഞ്ഞെടുത്തതുപോലെ എന്റെയും ജീവിതത്തിൽ ഇത് തിരഞ്ഞെടുക്കുവാൻ ഈ ഒരു സാഹചര്യം എനിക്കിടയായി. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് എൻ്റെ വല്യപ്പച്ചൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. അന്നത്തെ കാലത്ത് 1979 എൻ്റെ വല്യപ്പച്ചൻ മരിക്കുന്നത്. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ ഒരു പെറ്റ് എന്ന വിധത്തിലാണ് ഞാൻ അവിടെ വളർന്നത്. എന്നെ വല്യപ്പച്ചൻ എന്നോട് പറയും, മോളെ തോളയിലോട്ട് കയറി കൈ കണ്ടും പുറകിലോട്ട് കെട്ടിക്കോ, അത് കഴിഞ്ഞിട്ട് എന്നെ തോളയിലിട്ട് എൻ്റെ ചെണ്ടയാന്ന് പറഞ്ഞ് എന്നെ കൊട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. അത്രയ്ക്ക് എന്നെ സ്നേഹത്തിൽ വളർത്തിയതാണ്. അതുകൊണ്ട് എൻ്റെ വല്യപ്പച്ചനായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി. വല്യപ്പച്ചന്റെ മരണം എന്നെ മാനസികമായി ഒരുപാട് തളർത്തി. എനിക്ക് വളരെ ഭാരമുണ്ടായി. അങ്ങനെ 2 വർഷമായപ്പോൾ ഞാൻ എൻ്റെ അമ്മാച്ചനോട് പറയും, ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് പോകണം. പക്ഷെങ്കിൽ എൻ്റെ വല്യപ്പച്ചൻ മരിച്ചു എന്നുള്ളത് എന്നോട് അവര് പറഞ്ഞില്ല. ഒരു ദിവസം പാസ്റ്റർ TS എബ്രഹാം അമ്മാച്ചന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, കാരുമേലി മത്തായിച്ചൻ നിര്യാതനായല്ലോ. ഞാൻ കാപ്പിയുമായിട്ട് വരുമ്പോൾ ഒരു ചെറിയ വേട് മാത്രം കേട്ടുള്ളൂ, കാരുമേലി മത്തായിച്ചൻ. പെട്ടെന്ന് അമ്മാച്ചൻ പറഞ്ഞു, സാലി കേൾക്കും, അതുകൊണ്ട് അവളോട് പറയണ്ട എന്ന് പാസ്റ്റർ TS എബ്രഹാമും അമ്മാച്ചനും ഇവരെന്നെ അറിയിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്നത്തെ മാഗസിനാണ് സിയോൻ കാഹളം പോസ്റ്റ്മാൻ കൊണ്ടുവന്നപ്പോൾ ഞാനാണ് ഇറങ്ങിച്ചെന്ന് വാങ്ങിച്ച്. ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിന്റെ ഫ്രണ്ട് പേജില് എൻ്റെ വല്യപ്പച്ചന്റെ ഫോട്ടോയും കാരുമേലി മത്തായിച്ചൻ നിര്യാതനായി എന്നുള്ള ഫോട്ടോയുമാണ് എഴുതിയതുമാണ് ഞാൻ കണ്ടത്. എനിക്ക് വളരെ പ്രയാസമായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ മയങ്ങി. എനിക്ക് അത്ര വിഷമമുണ്ടായി. അതിനുശേഷം ഞാൻ അമ്മാച്ചനോട് പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കത്തില്ല, എനിക്ക് നാട്ടിൽ പോകണം. അങ്ങനെ എൻ്റെ നിർബന്ധത്താൽ എന്നെ നാട്ടിൽ കൊണ്ടുപോയി 2 വർഷത്തിന് ശേഷം എന്നെ നാട്ടിൽ പറഞ്ഞു വിട്ടു. 1981 നാട്ടിൽ വന്ന് തിരുവല്ലായില് ഇന്റർനാഷണൽ നേഴ്സിംഗ് ഹോമിന് നേഴ്സിങ്ങിന് പഠിക്കുകയും, നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നുള്ളത് 10ാം ക്ലാസ്സുകാർക്കുള്ള ഒരു നേഴ്സിംഗ് കോഴ്സാണ്. അത് പഠിച്ച് റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ 6 മാസം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താണ് 1982 എൻ്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് വിവാഹം ഒരു അത്ഭുതമാണ്. വിവാഹം നടക്കുന്ന എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹം 1982 ഓഗസ്റ്റിൽ നടന്നതിന് ശേഷം 1982 ഒക്ടോബറിൽ എൻ്റെ വിവാഹമാണ് നടക്കുന്നത്. ഞങ്ങൾ 6 പെൺമക്കളാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് മുകളിലായിട്ട് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരെ അവധിക്ക് വന്നിട്ട് ബോംബെയിൽ തിരിച്ചുപോയി. ആ സമയത്ത് ഈ പ്രപ്പോസൽ കൊണ്ടുവന്ന ആൾക്കാർ എൻ്റെ 2ാമത്തെ സിസ്റ്ററിന് വേണ്ടി കൊണ്ടുവന്ന വിവാഹ ആലോചനയാണ് ഞാൻ അന്ന് റാന്നി മർത്തോമയിൽ ജോലി ചെയ്യുക. അവർ അവധിക്ക് പോയത് കൊണ്ട് ഈ കൊണ്ടുവന്ന ആൾക്കാർ എന്നോട് ചുമ്മാതൊരു തമാശന് ചോദിച്ചു, സാലി നിനക്കായാലെന്താ? ഞാനും അതൊരു തമാശ രീതിയിൽ പറഞ്ഞു, കുഴപ്പമില്ല എന്ന്. എൻ്റെ മൂത്ത 2 സഹോദരിമാർ അപ്പോൾ നിൽക്കുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ വാക്ക് അവരേറ്റും കൊണ്ട് അവർ അവിടെ ചെന്നിട്ട് അടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷം പ്രിയ കർത്തൃദാസനുമായിട്ട് വീട്ടിൽ എന്നെ കാണാൻ വന്നു. ആ കാണാൻ വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് 21 വയസ്സേ ഉള്ളൂ. വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷെങ്കിൽ എന്നെ കാണാൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്, എനിക്ക് സുവിശേഷ വേല ചെയ്യുന്നതിൽ താല്പര്യം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ജോലി ചെയ്ത് വലിയ ധനികയായി നല്ലതായിട്ട് ജീവിക്കണം, പക്ഷെ നല്ല വിശ്വാസിയായിരിക്കണം. അങ്ങനെയുള്ള ആഗ്രഹമുള്ള എനിക്ക് എന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞു, ഇതാണ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പെൺകുട്ടി എന്ന്. കാരണം അച്ഛൻ 10 വർഷം പ്രാർത്ഥിച്ചതാണ് വിവാഹത്തിന് വേണ്ടി.
തൻ്റെ 21-ാമത്തെ വയസ്സ് മുതൽ താന് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മർത്തോമ രീതിയിലുള്ള വിവാഹ ആലോചനകളൊക്കെയും വന്നപ്പോഴും എനിക്ക് മർത്തോമായിൽ നിന്ന് മറ്റ് സ്ഥലത്തു നിന്നൊന്നും വേണ്ട, എനിക്ക് പെന്തിക്കോസിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ മാത്രം ഞാൻ കല്യാണം കഴിക്കുന്നുള്ള വാശിക്ക് 31 വയസ്സ് വരെ കർത്തൃദാസൻ ഭവനത്തിലായിരുന്നു. അങ്ങനെ 10 വർഷം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്നെ വന്ന് കണ്ടപ്പോൾ കർത്താവിന്റെ ദാസന് ദൈവം പറഞ്ഞു, ഇതാണ് നിനക്ക് വേണ്ടി ഒരുക്കിയ പെൺകുട്ടി. അങ്ങനെ ആ വിവാഹം നടക്കുവാൻ ഇടയായി. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. 1974 നമ്മുടെ ഹരിയാന ബൈബിൾ കോളേജിൽ അച്ഛൻ പഠിച്ചതിന് ശേഷം പഞ്ചാബില് റോപ്പട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വന്ന് കാണുന്നത്. ആ സമയത്ത് അവധിക്ക് വന്ന് പോകാൻ വെറും 10 ദിവസം ഉള്ളപ്പോൾ അച്ഛൻ്റെ ഒരു പെങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ല. ഇന്ന് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കർത്താവിന്റെ വേലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടവളായി അവള് ഇന്നും ആയിരിക്കുന്നു. അവള് പറഞ്ഞു, അച്ഛ പോകുന്നതിന് മുമ്പ് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഒന്ന് അച്ഛന് ഭാര്യയ്ക്കായിട്ടുള്ള ടിക്കറ്റാണ്, പേര് ഷേർലി എന്ന് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ 10 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ സത്യമാണെന്ന് നീ പറയുന്നത്? ആന്ന് ഞാൻ പറയും അച്ഛൻ, 2 ടിക്കറ്റ് പോയി ബുക്ക് ചെയ്യ. അങ്ങനെ അച്ഛൻ പോയി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷേർലി ജോർജ് എന്ന് ബുക്കും ചെയ്തു. അതിനുശേഷമാണ് വന്ന് എന്നെ കാണുന്നത്. ഈ 10 ദിവസം കൊണ്ട് വിവാഹം ഉറയ്ക്കുകയും വിവാഹം കഴിയുകയും ആ ടിക്കറ്റില് ഞങ്ങള് പഞ്ചാബിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. എന്റെ പേര് സാലി എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലൊക്കെ സാലി എന്ന് പറയുമ്പോൾ അത് അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് എല്ലാവരോടും ഷേർലി എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയായിരുന്നു വിവാഹം നടന്നത്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണം, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കരിയമ്പിലാവ് പുതുക്കുടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാഴ്ചത്തെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷന്റെ സമയത്ത് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഞങ്ങളെ അപ്പനും അമ്മയും ഈ മീറ്റിങ്ങിന് കൊണ്ടുപോകും. ആ മീറ്റിംഗ് ഞാൻ ആ സമയത്ത് 9ാം ക്ലാസ് പഠിക്കുന്നു. മീറ്റിങ്ങിന് പോയി മീറ്റിംഗ് എല്ലാം കേട്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ദൈവവചനം സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ ആഴമായിട്ട് തൊടുവാൻ, വെള്ളിയാഴ്ചത്തെ മെസ്സേജിലും ശനിയാഴ്ചത്തെ മെസ്സേജിലും ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു, ഇന്ന് നീ മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ, നിന്റെ നിത്യത എവിടെ? ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇത് വെള്ളിയാഴ്ചയും ഈ വചനം പറഞ്ഞു, ശനിയാഴ്ചയുമായിട്ട് ഈ വചനം പറഞ്ഞു. ഈ 2 ദിവസവും ഈ വചനം ഇങ്ങനെ കേട്ടതിന് ശേഷം എൻ്റെ ചെവിക്കകത്ത് മുഴങ്ങിക്കൊണ്ടേയിരുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ലെങ്കിൽ ഈ നിത്യത എനിക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നു. ഞാൻ മാതാപിതാക്കളോരോ ആരോടും ഒന്നും ചോദിക്കാതെ ആ കൺവെൻഷൻ പന്തലിൽ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ വന്ന് ചോദിച്ചു, എന്തിനാണ് എഴുന്നേറ്റ് നിന്നില്ല? ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഞായറാഴ്ച രാവിലെ റാന്നി പമ്പ നദിയില് ജലത്തിൽ സാക്ഷികരിപ്പാൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ജലസ്നാനം സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായ ഒരു പശ്ചാത്തലം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ബിസിനസ്സുകാരനാണ്. വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ബിസിനസ്സിന് പോയാൽ വൈകിട്ട് 10 മണിയൊക്കെ ആകും വരുമ്പം ഞങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ തരും കഴിക്കാനായിട്ട്, അപ്പശം കൊണ്ടുവന്ന് തരും. അങ്ങനെ കിടന്നുറങ്ങിയ ശേഷം രാത്രി ഒരു 3 മണിയായ സമയത്ത് ഒരു വെള്ള വസ്ത്രം ധരിച്ച് ഒരു വ്യക്തി, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി, നല്ല ശോഭയോടുകൂടി എൻ്റെ അടുത്ത് കട്ടിലേ വന്നിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് 1 യോഹന്നാൻ 3-ാം അധ്യായം എടുത്തു വായിക്കാൻ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ കറണ്ടില്ല. അപ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായം എടുത്ത് വായിക്കാൻ ഞാൻ ശബ്ദം കേട്ടു, വ്യക്തിയെ കണ്ടു. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെങ്കിൽ പിന്നെയും ആ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം എടുത്ത് വായിക്ക്, അതിൽ മുഴുവനും നിനക്ക് വേണ്ടിയുള്ളത് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇതുപോലൊരു ദർശനം കണ്ടു,
എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, മോളെ യേശപ്പച്ചൻ ഒന്ന് സംസാരിച്ചതാ, മോൾ അതുകൊണ്ട് എഴുന്നേറ്റ് വായിക്കെ. പെട്ടെന്ന് എൻ്റെ അമ്മ വിളക്കെടുത്ത് കത്തിച്ച് എനിക്ക് തന്നു. ഞാന് ആ അധ്യായം വായിച്ചു. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നുള്ള ആ വചനം വായിച്ചു, മുഴുവനും വായിച്ചു തീർത്തു. എങ്കിലും എനിക്കൊന്നും അത്രയും മനസ്സിലായി. പക്ഷെങ്കിൽ പെട്ടെന്ന് ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് അതിന്റെ 2ാം വാക്യമാണ്. നാം ഇതുവരെ എന്താകുമെന്ന് പ്രത്യക്ഷമായില്ല. നാം എന്താകും എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എന്താകും, ഞാൻ ആരാകും, എൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെങ്കിൽ എൻ്റെ സർവകൃപാലുവായ എൻ്റെ രക്ഷകൻ ഞാൻ ആരാകും, എന്നെ ആരാക്കി തീർക്കണമെന്ന് അന്ന് കണ്ടതുകൊണ്ട്, ആ ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് ഇന്ന് ഈ സുവിശേഷ വേലയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രായത്തിലെ ഇങ്ങനെ ദർശനങ്ങൾ കാണാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, എല്ലാവരും ഇറങ്ങുന്നത് പോലെ എനിക്ക് ജോലിയും വേലയും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. എൻ്റെ ജോലി കളഞ്ഞിട്ട് കർത്താവിന്റെ ദാസനോട് ചേർന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാണ്. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, പട്ടിണി കിടക്കേണ്ടി വന്നാലും മരത്തിന്റെ ചോട്ടി കിടക്കേണ്ടി വന്നാലും അത് സഹിക്കാം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സമ്മതിക്കാവൂ. 21 വയസ്സുള്ള എനിക്ക് അത്ര അറിവില്ല. പക്ഷെങ്കിൽ ഞാൻ അതിനെല്ലാം യേസു വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഞങ്ങളുടെ വീട്ടില് 6 പെൺമക്കൾ. ഞങ്ങൾ 6 പെൺമക്കളെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഹൈദരാബാദിൽ നിന്ന് വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ 5 പേരും ഒരുപോലെ 3 വയസ്സിന് എളുപ്പമാണ്. എൻ്റെ ഇളയ അനിയത്തിക്ക് 2 വയസ്സ് എന്നേക്കാൾ എളുപ്പം. അപ്പൊ ഞങ്ങൾ 5 പേരും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ മുൻപോട്ട് പോയാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ഞങ്ങൾ 5 പേര് സാരി ഉടുത്ത്, എല്ലാവരും നല്ല നീളവും വണ്ണവും എല്ലാം ഉള്ളത് കൊണ്ട് 5 പേരും സാരി ഉടുത്ത് ഇങ്ങനെ വഴിയെ പോകുമ്പോൾ ഒരു അയൽവാസി മാതാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ കാരമ്മേലെ അമ്മ എങ്ങനെയാ കിടന്നുറങ്ങുന്നേ? 5 പെൺമക്കൾ ഒരുപോലെ വളർന്നു നിൽക്കുന്നല്ലോ, ഇവർക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റുമോ? അന്ന് എൻ്റെ മാതാവിനോട് ഈ പറയുന്നത് ഞങ്ങൾ കേട്ടു. എൻ്റെ മാതാവിനോട് ഇത് ചെന്ന് ഞങ്ങൾ സംസാരിക്കുന്നതിന് മുൻപായി സ്വർഗത്തിലെ അപ്പച്ചൻ ആ വാക്ക് കേട്ടു. 1982 എൻ്റെ മൂത്ത സഹോദരിക്ക് 31 വയസ്സും എനിക്ക് 21 വയസ്സും. ഒറ്റ വർഷത്തിൽ 1982-ന്റെയും 1983-ന്റെയും ബിറ്റ്വീനിലായിട്ട് 4 കല്യാണം, 3 മാസം വ്യത്യാസമായിട്ട് 4 കല്യാണം ആ ഭവനത്തിൽ നടക്കുവാൻ ഇടയായി. 12 മാസത്തിൽ 4 കല്യാണം. അന്ന് ആ അയൽവാസി മാതാവ് പറഞ്ഞ ആ ശബ്ദം എൻ്റെ മാതാവിന്റെ ചെവിയിൽ ചെല്ലുന്നതിന് മുൻപായി സ്വർഗത്തിലെ അപ്പച്ചന്റെ സനയിൽ ചെയ്യുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട 4 പേരെ ഞങ്ങൾക്ക് 4 പേർക്കും വേണ്ടി കർത്താവ് ഒരുക്കിയിരുന്നു. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് എൻ്റെ ഇളയ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു. അതിന് ചില വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും ഇളയ അനിയത്തിയുടെയും വിവാഹം കഴിഞ്ഞു. 6 പേരെയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എത്തിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിഷയത്തിന് ശേഷം ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. ഞാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും സഹിച്ചുകൊള്ളാം. എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാക്കന്മാർ 7 പേർ. അവരെല്ലാവരും നല്ല നിലയിൽ വിദേശത്തും സ്വദേശത്തും ഒക്കെ താമസിക്കുന്നുണ്ട്. നിമിത്തം എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഒരു മനുഷ്യരോടും എൻ്റെ ബുദ്ധിമുട്ട് പറയത്തില്ല. കാരണം സുവിശേഷ വേല സംബന്ധിച്ച് എനിക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന കഷ്ടത അത് മറ്റുള്ളവരോട് ഞാൻ പറയത്തില്ല. എന്ത് തയ്യാറാന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. സമർപ്പിച്ച് പഞ്ചാബില് 6 മാസവും അതിനുശേഷമായി 1983 ഓറിസായിൽ കട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുവാനിടയായി. ഓറിസായിൽ കട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്നു. അവിടെ 84 എൻ്റെ മൂത്ത മകൻ ജനിച്ചു. 86 രണ്ടാമത്തെ മകളും ജനിച്ചു.
മോന് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ 3 ദിവസം ആഹാരമൊന്നുമില്ല, പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. 3-ാമത്തെ ദിവസം രാവിലെ 3 മണിയായപ്പോൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് വിശക്കുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞു. എൻ്റെ കുഞ്ഞ് ആഹാരം ചോദിക്കുന്നു, അവന് ആഹാരം കൊടുക്കുവാനായിട്ട് എൻ്റെ പക്കൽ ഒന്നുമില്ല. കർത്താവപ്പച്ചൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ മോനോട് പറഞ്ഞു, കുഞ്ഞ് യേശു എനിക്ക് വിശക്കുന്നു. രാവിലെ 6 മണിയായ സമയത്ത് 2 സഹോദരന്മാര് 6 മണിയായപ്പം 2 സഹോദരന്മാർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. ഇവർ 2 പേരും വഴിമധ്യത്തിൽ വെച്ചാണ് വന്നത്. ഇവർക്ക് അന്യോന്യം അറിയത്തില്ല. ഒരാളുടെ പേര് ജോയി എന്നും ഒരാളുടെ പേര് രാജൻ എന്നും. ഇവർ 2 പേരും വഴിമധ്യത്തിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ ചോദിച്ചു, എവിടെ പോവാ? അന്നേരം ഒരാൾ പാസ്റ്ററുടെ വീട്ടിൽ പോവാ. അപ്പൊ മറ്റേ വ്യക്തിയും പറഞ്ഞു, ഞാനും പാസ്റ്ററുടെ വീട്ടിൽ പോകും. കാരണം എന്താ? ഇതുപോലെ രാത്രി വെളുപ്പിന് ആയി കാണും സമയം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ. അയ്യോ, ഈ ശബ്ദം ഞാനും കേട്ടല്ലോ, അതുകൊണ്ടാണ് ഞാനും വരുന്നത്. 2 പേരും എൻ്റെ കുഞ്ഞ് എപ്പോഴാണോ ആഹാരം ചോദിച്ചത് ആ സമയത്ത് 2 പേരെ കർത്താവ് എൻ്റെ ഭവനം അയച്ചു. ദൈവശബ്ദം. ഞാൻ എടുത്ത തീരുമാനം അപ്രകാരമായിരുന്നു. പട്ടിണി കിടന്ന കഷ്ടത വന്നാലും ആരോടും പറയില്ല എന്നുള്ള തീരുമാനത്തിന്റെ മുകളിൽ സാധുവായ ദൈവം എൻ്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഭവനത്തിൽ സഹോദരന്മാർ ചോദിച്ചു, എന്തുകൊണ്ട് സിസ്റ്ററെ വിശേഷം? ഞാൻ പറഞ്ഞു, ഒന്നും വിശേഷമില്ല, ഞങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു. എന്തുകൊണ്ട് സിസ്റ്ററെ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല രാഴ്ചായ. അവരുടെ കിച്ചൻ്റെ അകത്തൊക്കെ കയറി നോക്കി എല്ലാം കഴിഞ്ഞിട്ടോ അവർ 300 രൂപ എടുത്ത് കയ്യിൽ തന്നിട്ട്, നാം ദൈവസന്നിധിയിൽ എത്രമാത്രം വിശ്വസ്തയോടെ നാം നിൽക്കുമോ ദൈവം നമ്മളെ ഉയർത്തും. 1986 എൻ്റെ മകളും ജനിച്ചതിന് ശേഷമായിട്ട് കുഞ്ഞുങ്ങൾ 2 പേരും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു. 2 പേരെയും സ്കൂളിൽ പറഞ്ഞു വിടുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പോയിട്ട് വരുമ്പം ഒരു മുട്ട വാങ്ങിക്കൊണ്ട് വരണേന്ന്. അച്ഛൻ പറഞ്ഞെടി, ഒരു മുട്ടയായിട്ട് വാങ്ങിക്കാൻ എനിക്ക് നാണം കേട്, ഞാൻ ഒരു മുട്ടയായിട്ട് വാങ്ങിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ 60 പൈസ ഉണ്ടല്ലോ, പിന്നെ 40 പൈസ ഉള്ളല്ലോ ഒരു മുട്ടയ്ക്ക്, ഒരു മുട്ട വാങ്ങി. അയ്യോ, അത് നാണം കേടാടി, അത് വാങ്ങിക്കാൻ പറ്റത്തില്ല. എനിക്ക് വലിയ പ്രയാസം തോന്നി അച്ഛനോട് ഒരു മുട്ട വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അത് അച്ഛൻ കൊണ്ടുവരത്തില്ലല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛൻ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോയി. ഞാൻ മുറിക്കകത്ത് കയറി ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് ചോറിന് ആഹാരം കൂട്ടാൻ കൊടുക്കാനായിട്ട് ഒന്നുമില്ലല്ലോ എൻ്റെ കർത്താവേ. ഒരു മുട്ട വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ അത് വാങ്ങിക്കത്തുമില്ലെന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമമായി. ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അല്പസമയത്തിന് ശേഷം എൻ്റെ കതകിന് വന്ന് ഒരാൾ കൊട്ടി. ഞാൻ ചിന്തിച്ച്, ഞാൻ കരഞ്ഞിരിക്കുന്ന മുഖം ആരും കാണണ്ട, ഞാൻ കതവ് തുറന്നില്ല. 2-3 പ്രാവശ്യം കതകിന് കൊട്ടിയപ്പോൾ ഞാൻ ആ കതവ് തുറന്നു. ഞാൻ കാണുന്ന ഒരു അത്ഭുത കാഴ്ച. മലയാളികളല്ല, ഒരു ഒറിയ സഹോദരിയാണ്, ഒരു മാതാവാണ്. ആ മാതാവിന്റെ കയ്യിൽ 3 മുട്ട. ഞാൻ അതിശയിച്ചു പോയി. ഞാനിത് റിയലായിട്ട് എൻ്റെ കണ്ണോട്ട് കാണുകയാണോ അതോ സ്വപ്നമാണോ? ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്താ അമ്മേ? ഒറിയ ഭാഷിച്ചു, എന്താ അമ്മേ ഈ മുട്ടയും കൊണ്ട് വന്നത്? അവരൊരു അന്നേരം പറഞ്ഞു, ഞാൻ ആഹാരമൊക്കെ ചൂടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ആഹാരം എടുക്കും. എന്നോട് ആരോ പറഞ്ഞു ഈ 3 മുട്ട കൊണ്ടുവന്ന് ഷേർലിക്ക് കൊണ്ട് കൊടുക്കാൻ. പെട്ടെന്ന് അതുകൊണ്ടാണ് ആ മുട്ടയും കൊണ്ട് അവർ ആഹാരം ചൂടാക്കുന്നതിന് മുൻപായിട്ട് ആ മുട്ട കൊണ്ടുവന്ന്. ഞാൻ ആ മുട്ട 3 പ്രാർത്ഥിച്ച് കയ്യിലെടുത്ത് അത് പൊരിച്ച് ചോറ് കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛൻ വന്നപ്പം എടുത്ത് ഇങ്ങനെ വിളമ്പി വെച്ചപ്പോൾ അച്ഛൻ ഒരു അത്ഭുതം. ഇതെവിടുന്ന് അടിയും? ഞാൻ പറഞ്ഞു, നമ്മൾ വിളിക്കുന്ന ദൈവം കല്ലല്ല, മരമല്ല, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മതിന് മുൻപായി നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് ആവശ്യമായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ആ മാതാവിന്റെ ഹൃദയത്തിൽ സംസാരിച്ചു. അതുകൊണ്ട് മുട്ട ലഭിച്ചു. അത് പൊരിച്ച് കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് ആഹാരം കഴിച്ചു. അങ്ങനെ ചിലർക്ക് ശേഷമായിട്ട് ഒരനുഭവം ഉണ്ടായത്, തെലുങ്ക് ഒരു പാസ്റ്റർ, റാവു എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ എവിടെയോ പോയിട്ട്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്.
ഞങ്ങൾ അവിടെ താമസിക്കുന്നത് ഫസ്റ്റ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. സുഖമായിരിക്കും. മോനെയും കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂളിൽ പോകേണ്ട സമയമാണ്. അന്ന് മോളില്ല, മോൻ മാത്രം. മോനെയും കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് 8:45 സ്കൂൾ പോകേണ്ടത്. ഈ പാസ്റ്റർ വന്നത് എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന്. അച്ഛൻ പറഞ്ഞാട്ടെ പക്ഷെ എനിക്ക് ഒരു 50 രൂപ വേണമെന്ന്. അപ്പം ആകെ 10 രൂപയെ അച്ഛനുള്ളൂ. ഈ 10 രൂപയും അന്നത്തെ ബിസ്ക്കറ്റാണ്, പാർലിജി ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റിൽ ഒരെണ്ണം വാങ്ങിച്ച് കുഞ്ഞിന് സ്കൂളിൽ കൊടുത്തു വിടണം. ബാക്കി പൈസക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുള്ള താല്പര്യത്തിൽ ഈ 10 രൂപ കൈ വെച്ചേക്ക്. അപ്പം 50 രൂപ ചോദിച്ചപ്പോൾ 50 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലല്ലോ. പിന്നെ ചോദിച്ചു, 1 രൂപ. അച്ഛൻ പറഞ്ഞു അതും എൻ്റെ കയ്യിലില്ലല്ലോ. അപ്പം പാസ്റ്റർ പറഞ്ഞു എനിക്ക് രൂപയുടെ ആവശ്യമേ ഉള്ളായിരുന്നു. പാസ്റ്ററോട് എങ്ങനെയാ 10 രൂപ ചോദിക്കുന്നത്? അതുകൊണ്ട് ഞാൻ 50 രൂപ ചോദിച്ചു. എന്നോട് അച്ഛൻ പറഞ്ഞു ആ 10 രൂപ പാസ്റ്ററിന് കൊടുക്കാൻ. ഇന്ന് പട്ടിണി പോക്കോട്ടെ, സാരമില്ല. ഒരു ദൈവദാസനാ വന്ന് ചോദിച്ചത്. 10 രൂപ ആ റാവു എന്ന് പറഞ്ഞ പാസ്റ്ററുടെ കൈ കൊടുത്തു. കുഞ്ഞു പട്ടിണിയായിട്ട് വെള്ളം മാത്രം അവന് കൊടുത്തു വിട്ടു. സ്കൂളിൽ നിന്നും കടന്നു വന്നതിന് ശേഷം അച്ഛൻ ചിന്തിച്ചു വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറിയിട്ട് വരാം. പോസ്റ്റ് ഓഫീസിൽ വരുന്ന എനിക്ക് എന്തെങ്കിലും എഴുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പോസ്റ്റ്മാൻ പറഞ്ഞു നിങ്ങൾക്കൊരു നോട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു എവിടുന്ന്? അത് ഡൽഹിയിൽ നിന്ന്. കാണട്ടെ. ഒപ്പിട്ട് നോക്കിയപ്പോൾ 200 രൂപ. ദൈവനാമത്തിന് വേണ്ടി 10 രൂപ കൊടുത്തപ്പോൾ ദൈവം അത് 200 കയ്യിൽ. കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഒരു ബിസ്ക്കറ്റിന് വരെ ഞാൻ പല ബിസ്ക്കറ്റും വീട്ടിലെ ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ജോത്സൻ നടത്തിയ ഒരു വഴിയാണ്. അങ്ങനെ ആ ഒരു അനുഭവം. ഇനി വേറെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചില വർഷങ്ങൾക്ക് ശേഷം, അതായത് 87, 88 ഒക്കെ ആയിരിക്കാം, എനിക്ക് ഡേറ്റ് നല്ല ഓർമ്മയില്ല. ഞങ്ങളുടെ അന്ന് ഞാൻ കട്ടക്കിൽ നിന്നും ഒരു 100 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ ദാസനും കുടുംബവും താമസിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദൈവദാസന്മാരുമായിട്ടുള്ള സന്തോഷമുള്ള സഹകരണം ഉള്ളതുകൊണ്ട് അവരുടെ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് അവധി ലഭിച്ചപ്പം പാസ്റ്ററും അവർ കുടുംബമായിട്ട് 2 ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു 2 ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കാൻ വന്നത്. അപ്പം സന്തോഷം ഒരു ഭാഗത്തൂടെ ഉണ്ടായി. വേറൊരു ഭാഗത്തൂടെ ഇവർക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ അതൊരു ഭാഗത്ത്. അച്ഛൻ പറഞ്ഞടി 70 രൂപ ഞാൻ മാറ്റി വെച്ചേക്കുവാ ഗ്യാസ് വാങ്ങി. അത് ഗ്യാസ് വാങ്ങിച്ച് നമ്മുടെ ഗ്യാസ് തീർന്നാൽ ഈ 70 രൂപയും കൊണ്ട് വേണം ഗ്യാസ് വാങ്ങിക്കാൻ. അച്ഛൻ പറഞ്ഞു ദൈവം അല്ലേ അയച്ചത്, അതുകൊണ്ട് നമുക്ക് സൽക്കരിച്ച് തന്നെ വിടാം. ആ 2 ദിവസം അന്ന് നെയ്മീൻ കട്ടക്കിൽ ഞങ്ങൾ വാങ്ങിക്കുന്നത് 1 കിലോ നെയ്മീന് 8 രൂപ അന്നത്തെ കാലം, അത്രേ ഉള്ളൂ. അപ്പം ആ 70 രൂപയും കൊണ്ടുപോയി ആ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് 2 ദിവസം ഈ ദേവദാസനെയും കുടുംബങ്ങളും ഒക്കെ സന്തോഷമായിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും വാസന കുഞ്ഞുങ്ങളെല്ലാം സന്തോഷമായിട്ട് 2 ദിവസം താമസിച്ചു. ഈ 70 രൂപ മുടക്കി ആഹാരമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അവര് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഒറ്റേ ദിവസം രാവിലെ പോയി കഴിഞ്ഞപ്പോ എന്നോട് അച്ഛൻ പറഞ്ഞെടി നീ ഒരു ഗ്ലാസ് ചായ ഇട്. ഞാൻ ഗ്യാസ് കത്തിച്ചപ്പം ഗ്യാസ് ഇല്ല. സ്തോത്രം. ഗ്യാസ് വാങ്ങിക്കാൻ വെച്ചിരുന്ന 70 രൂപ കൊടുത്ത് ദേവദാസനെയും കുടുംബത്തെ ല്ലോ ഇനി ഗ്യാസ് വാങ്ങിക്കാൻ പൈസ ഇല്ല. അങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് മുറിക്കകത്ത് പോയി ദൈവവചനം വായിക്കാൻ തുടങ്ങി. ദൈവവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് ഒരു വചനം പെട്ടെന്ന് ഹൃദയത്തിൽ വന്നു. ദൈവമേ, ഏലിയാവിന്റെ കാലത്ത് സാത്ത് വിധവയുടെ ഭവനത്തിൽ ഏലിയാവിനെ വിട്ടു. ഏലിയാവ് ചെന്ന പറഞ്ഞു എനിക്ക് ആദ്യം ഒരാടെ ഉണ്ടാക്കി തരാൻ. അങ്ങനെ എൻ്റെ വീട്ടിൽ സംഭവിച്ചത്. അപ്പം ആ വിധവ പറഞ്ഞു അല്ല, ഞാനും എൻ്റെ മകനും കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുക. അപ്പൊ ഏലിയ പറഞ്ഞു അങ്ങനെയല്ല, ആദ്യം ഒരട ഉണ്ടാക്കി ക്ഷാമം തീരുവോളം നിങ്ങളുടെ അവനത്തെ ദൈവം പോഷിപ്പിക്കും. അങ്ങനെ എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പറഞ്ഞു ദൈവദാസനും കുടുംബവും ഒന്ന് കരിച്ചു വിട്ടു. നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ല. ഗ്യാസ് എന്നോട് ചോദിച്ചു നിനക്ക് വിശ്വാസമുണ്ട്? പിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും ഗ്യാസ് കുറ്റിയെ കൈവച്ച് പ്രാർത്ഥിക്കാം. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് ഗ്യാസ് കുറ്റിയെ കൈവച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ 2 പേരും
ആ ഗ്യാസ് കുറ്റിയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കർത്താവെ ഗ്യാസ് ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനായി. ഇത്രയും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, തീപ്പെട്ടി എടുത്ത് കത്തിക്കുക ഗ്യാസ്. ഞാൻ ഗ്യാസ് കത്തിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം. സാധാരണ രീതിയിൽ ഗ്യാസ് ഞങ്ങൾ ഉപയോഗിച്ച് 30 ദിവസം അല്ലെങ്കിൽ ഒരു 32 ദിവസം, അതിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ മുൻപോട്ടാണ് ഞാൻ പറഞ്ഞു, ഇന്ന് ഈ ഗ്യാസ് നമ്മളെല്ലാം അനത്തിയല്ലോ, ഇതെല്ലാം ശരിയായപ്പം അന്നേരം അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ ദൈവമാടി നാളത്തെയും ദൈവം. അങ്ങനെ ഗ്യാസ് ഒരു 9 ദിവസം കൂടെ കൂടുതൽ ഉപയോഗിക്കാൻ. ആ 9ാമത്തെ ദിവസം, അതായത് 39 ദിവസമായപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ഒരു ദൈവദാസൻ, അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ 250 രൂപ അച്ഛന് മണി ഓർഡറായിട്ട് അയച്ചു. ഈ പൈസ തന്നപ്പോ എന്നോട് പറഞ്ഞടി, 250 രൂപ നമുക്കൊരാൾ മണി ഓർഡർ അയച്ചിട്ടുണ്ട്. ഇത് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, ആ ദൈവമേ സ്തോത്രം, ഇനി ഗ്യാസ് തീർന്നാലും ഇല്ല. ഗ്യാസും തീർന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്തിനാ നീ അങ്ങനെ പോയെ? പറഞ്ഞതുകൊണ്ടല്ലേ ആ ഗ്യാസ് തീർന്നത്. ഞാൻ പറഞ്ഞു, ദൈവം പറയുന്നതല്ലേ, എപ്പോഴും പിന്നെ ആ ഗ്യാസ് അതുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ജീവിതത്തിലെ ഒരനുഭവം. അതിനുശേഷമായിട്ട് എൻ്റെ ജീവിതത്തിലെ വേറെ ഒരു അനുഭവം പറഞ്ഞ രോഗസൗഖ്യം. പ്രിയ കർത്തൃദാസൻ 2000 ബ്രെയിൻ മലേറിയൽ ഡൽഹിയിൽ നിന്നും പാസ്റ്റർ ലെസ്ലി മാത്യു വേറെ ഒരു ഇവിടെയുള്ള 2-3 ദേവദാസന്മാരും എല്ലാം ചേർന്ന് ഈ ഒറീസയിലെ പല വില്ലേജ് പോയി സുവിശേഷമൊക്കെ. അച്ഛന് വണ്ടി ഓടിക്കുക, അന്നത്തെ വണ്ടിയായിരുന്നു. ഈ വണ്ടി ഓടിച്ച് ഒരാഴ്ച എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാം വൈകിട്ട് വന്നപ്പോൾ, 4-5 ദിവസം കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് തീരെ ശരീരത്തിന് വളരെ ഫീവർ ഉണ്ട്, ശരീരത്ത് വേദനയുണ്ട്, എന്നെ നീ ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന്. ഞാൻ നോക്കിയപ്പോൾ നല്ല ടെമ്പർ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ക്രോസിങ് എന്തെങ്കിലും ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് ഒരു ക്രോസിങ്. അങ്ങനെ ക്രോസിന് ഒരെണ്ണം എടുത്തു കൊടുത്തു. അത് കഴിച്ചിട്ടും അച്ഛന് കുറവ്. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ശരീരത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. ഒരു യെല്ലോ പോലെ ശരീരം ആകാൻ തുടങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു അമ്മാച്ചൻ ഇരിക്കുന്നുണ്ട്, ഡോക്ടർ PC തോമസ്, ഫിഷറീസ് കോളേജിന്റെ ഡയറക്ടറാണ്. ഞാൻ പെട്ടെന്ന് അമ്മാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അച്ഛന് തീരെ വയ്യ, ഗജപതിയിലൊക്കെ പോയിട്ട് ശരീരത്തിന് സുഖമില്ലാതെ വന്നത്. അപ്പൊ എന്നോട് അങ്കിള് പറഞ്ഞു, കാര്യം ചെയ്യും, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ, ഗജപതി വില്ലേജ് ഏതല്ലേ, മലേറിയ വല്ലതും കാണുമായിരിക്കും, അതുകൊണ്ട് പാസ്റ്റർ പെട്ടെന്ന് ജോൺസനെ പെട്ടെന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് പോകുന്ന വഴിക്ക് ഞാൻ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞു, സാരമില്ല, ഒരു കാര്യം ചെയ്യ്, സാലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വേണ്ട ചെയ്തോളാമെന്ന്. ആ സമയം ആയപ്പോഴത്തേക്കും അച്ഛന് ശരീരസ്ഥിതി വല്ലാത്ത ഒരു അവസ്ഥയിലായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ബോധം മറയുന്ന കണ്ടീഷൻ, മലേറിയ ആയിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ +4-5 ആ നിലയിലാണ് മലേറിയയുടെ കൗണ്ട് ഉള്ളത്. പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ബ്ലഡിന്റെ അളവ് ശരീരത്തിന്റെ എല്ലാ രീതിയിലും വ്യത്യാസമുണ്ട്. ഇദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. എനിക്ക് പെട്ടെന്ന് വലിയ വിഷമം ഉണ്ടായി. ഞാൻ ഉടനെ തന്നെ ഡൽഹിയിൽ പാസ്റ്റർ ആരബ്രാം, ഞാൻ പാസ്റ്റച്ചൻ എന്നാണ് വിളിക്കുന്നത്, പാസ്റ്റച്ചാനെ വിളിച്ച് ഈ വിവരം അറിയിച്ചു, അച്ഛന് സുഖമില്ല, അതുകൊണ്ട് പാസ്റ്റച്ചാൻ പെട്ടെന്ന് വരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അടുത്ത നിമിഷം തന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും പ്രിയ പാസ്റ്റർ അച്ഛൻ വരികയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ അച്ഛൻ അഡ്മിറ്റ് ആണ്. അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. വളരെ കോമ സ്റ്റേജിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ അഡ്വൈസ് ചെയ്തു, ഇനി ഈ വ്യക്തി രക്ഷപ്പെടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, ഇനിയും ഒന്നും രക്ഷയ്ക്കുള്ള വകയില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അങ്ങനെ എല്ലാ ഓർഗൻസും ഡെഡായിക്കൊണ്ടിരിക്കുന്നു, മിഷൻസ് എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേ, പക്ഷെങ്കിൽ എൻ്റെ ദൈവം വിടിവിക്കുന്ന ദൈവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞോണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം വിടിവിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ ജനിച്ചാൽ മരിക്കും, പക്ഷെങ്കിൽ
ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിക്കത്തില്ല. കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടി ഒറീസയിൽ ഞങ്ങൾ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ബിൽഡിംഗ് ആണ്. അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതിന്റെ പണി പൂർത്തീകരിക്കാതെ ദൈവം എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം പോലെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു പിഴവും സംഭവിക്കരുത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ഡോക്ടറോട് അങ്ങനെ പറഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഐസിയുവിന്റെ വരാന്തയിൽ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ മയക്കം പോലുണ്ടായി. ഒരു ചെറിയ മയക്കം പോലുണ്ടായപ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം ഞാൻ ഓർക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോക എന്ന് പറഞ്ഞാൽ ഇത് മാറിപ്പോകും, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ വചനം ഞാൻ കേട്ടു, ശബ്ദം കേട്ടു. അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഒരു ശവപ്പെട്ടിയില് ഒരു ഡെഡ് ബോഡി ഈ പെട്ടിക്കകത്ത് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. കഴുത്തിന് മേളിലോട്ട് എനിക്ക് അറിയത്തില്ല ഇത് ആരുടെയാണെന്ന്, എന്നാൽ പെട്ടിക്കകത്ത് ഡെഡ് ബോഡി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, യോ ഇതൊരു ഡെഡ് ബോഡി ആണല്ലോ ഞാൻ ഈ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഡെഡ് ബോഡി ജീവിക്കുമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ കൂടി ഒഴുകിയതായ ആ വലിയൊരു രക്തത്തിന്റെ എല്ലാം വിടുതൽ ഉള്ളതാണ്. തന്റെ ചങ്കിൽ കൂടി ഒഴുകിയ രക്തവും തന്റെ മുൾക്കിരീടം ധരിച്ചപ്പോൾ തലയിൽ കൂടി ഒഴുകിയതും യേശു കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ എല്ലാ രക്തത്തുള്ളികളും അത് വളരെ വിടുതലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെഡ് ബോഡിയും ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആ മയക്കത്തിൽ ഞാൻ കാണുന്നത് ഈ ഡെഡ് ബോഡി ഇരുന്ന സ്ഥലത്ത് വലിയൊരു പ്രകാശം അവിടെ ഉണ്ടായിട്ട് ഈ ഡെഡ് ബോഡി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുകയും ഈ ക്രൂശിൽ നിന്ന് രക്തം ധാരധാരയായി ഈ ബോക്സിന്റെ അകത്തേക്ക് വീഴുകയും ഈ ബോക്സ് കുരിശിന്റെ പുറകിൽ മറിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡി ഇരുന്ന സ്ഥലം മുഴുവൻ നല്ല തേജസ് കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനെ ദൈവം വിടിവിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ അത് കണ്ട് ഞാൻ വളരെ ധൈര്യമായി. അതിനുശേഷമായിട്ട് ഹോസ്പിറ്റലിൽ കടന്നു വരുന്ന എല്ലാവരോടും ഞാൻ പറയും, എന്നോട് സംസാരിക്കാനായിട്ട് ആരും വരണ്ട, നിങ്ങൾ ആര് വന്നാലും എൻ്റെ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രം എൻ്റെ അടുത്തിരുന്നാൽ മതി. അങ്ങനെ വരുന്നവരെല്ലാം എൻ്റെ കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ആ ഹോസ്പിറ്റലിൽ ഒരു അത്ഭുത വിഷയമായി അവിടെ ഒരു പ്രാർത്ഥനയുടെ ശബ്ദമാണ് അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥന മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അവിടെ 35-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കോമയിലായിരിക്കുന്ന ദൈവദാസൻ 35-ാമത്തെ ദിവസം ഒരു ദർശനം കാണുന്നത്. അപ്പം വെന്റിലേറ്റർ ഉണ്ട്, കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു ദർശനം കണ്ടു. 2 പേര് വന്നിട്ട് അച്ഛനെ എടുത്തുകൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് എതിർവശത്തു നിന്ന് ഒരു 2 ദൂതന്മാർ വന്നിട്ട് ഈ ആളിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഈ ആളിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആ ദൂതന്മാര് വന്ന് ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വരുന്നു. അച്ഛൻ്റെ ശരീരത്ത്, അച്ഛൻ പിന്നെ പറഞ്ഞു കേട്ടതാണ് ആ വിവരം, ശരീരത്ത് ഇലക്ട്രിസിറ്റി ഷോക്ക് അടിക്കുന്നതിൽ ഒരു ഭയങ്കര ശക്തി തന്റെ ശരീരത്ത് ഉണ്ടാവുകയും തന്റെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ശബ്ദം കേട്ടത്, നിന്റെ കിഡ്നി ഓക്കെ, നിന്റെ ബ്രെയിൻ ഓക്കെ, നിന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നോർമലായി ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നു, നീ ഓൾ റൈറ്റ് ആണെന്ന് ഈ ശബ്ദം അച്ഛൻ കേട്ടു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വന്ന് നോക്കി. അന്ന് ആ ഹോസ്പിറ്റലില് 11 ആൾക്കാർ അഡ്മിറ്റ് ഉണ്ടായിരുന്നു, സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ 7 പേരും മരിച്ചുപോയി. ആ 7 പേര് മരിച്ചവരുടെ ഡെഡ് ബോഡി ഞാനിരിക്കുന്ന ഐസിയുവിന്റെ വരാന്തയിൽ കൂടിയാണ് ഈ ഡെഡ് ബോഡികൾ. ഒരു ദിവസം 7 ഡെഡ് ബോഡി എൻ്റെ മുന്നിൽ കൂടി ആ ഹോസ്പിറ്റലിൽ കൂടി കടന്നു പോയതാണ്. എന്നാൽ ഡോക്ടർമാർ വന്ന് നോക്കിയപ്പോൾ ഈ അച്ഛൻ്റെ മിഷ്യൻസ് എല്ലാം നോർമൽ എന്ന് പറഞ്ഞ് ചലിക്കുന്നത് കണ്ട് അവർക്ക് അത്ഭുതം തോന്നി. ഇനി മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു കാര്യമായിരിക്കാമെന്ന് വിചാരിച്ച് ഈ ഡോക്ടേഴ്സ് അച്ഛൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് കണ്ണു തുറന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. പക്ഷെ കൈ കെട്ടിയിട്ടേക്കുന്നത് കൊണ്ട് പറയാൻ പറ്റിയില്ല. വെന്റിലേറ്റർ ഇട്ടിട്ടുണ്ട്. ടൈയുടെ കെട്ടഴിച്ചിട്ട് ഒരു പേപ്പറും പേനായും കൈ കൊടുത്തു. അപ്പോൾ അച്ഛൻ അതിൻ്റെ അകത്ത് എഴുതി, എനിക്ക് ഒരു കപ്പ് ചായ വേണമെന്ന് അതിൻ്റെ അകത്ത് കൈ കൊണ്ട് എഴുതി. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരി ഈ കാപ്പിയുമായിട്ട് പോയി.
അവിടെ റൂമിൽ കയറി അച്ഛനെ കണ്ടു. അച്ഛൻ കണ്ണു തുറന്നു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 35-ാമത്തെ ദിവസം പൂർണ്ണ സൗഖ്യമുള്ളവനായിട്ട് എഴുന്നേറ്റിൽ. അതിനുശേഷം ചില ദിവസങ്ങൾ കൂടി ഹോസ്പിറ്റലിൽ താമസിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ദൈവം വിടിവിക്കുന്ന ദൈവമാണെന്ന്, അതുകൊണ്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ, അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം. ഈ ദൈവത്തെ കുറിച്ച് എഴുതിയ വിശുദ്ധ വേദ പുസ്തകം നിങ്ങളുടെ മെയിൻ 2 ഡോക്ടർമാർക്കോട് പറഞ്ഞ് നിങ്ങളിത് വാങ്ങിക്കും. ഞാൻ ആ ബൈബിള് തന്നെ കൊണ്ടുപോകാതെ അവർക്ക് 2 പേർക്കും ആ കാലത്ത് പീറ്റർ ഇംഗ്ലണ്ടിന്റെ 2 പേർക്കും ഓരോ ഷർട്ടും 2 പേരും ഓരോ ബൈബിളും വാങ്ങിച്ച് അവർക്ക് കൊടുത്തു. അവരത് വളരെ സന്തോഷത്തോടെ ആ ബൈബിൾ അവർ വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു, ശരിക്കും നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്. അങ്ങനെ ദൈവനാമത്തെ ഹോസ്പിറ്റലിൽ ഉയർത്തുവാനിടയായി. ഒരു രോഗം വന്നതുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ ആ കലിംഗ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് വെന്റിലേറ്റർ ഒരു പേഷ്യന്റിന് ഇടുന്നത്. ഇവിടുത്തെ അന്നത്തെ വലിയ ഹോസ്പിറ്റൽ, അത് നമ്മൾ കേട്ടാൽ എല്ലാവർക്കും ഒരു അതിശയം, എല്ലാവരും ചിരിക്കും. വെന്റിലേറ്റർ ഇടാൻ ആർക്കും അറിയത്തില്ല. മദ്രാസിലുള്ള ഡോക്ടർ ചെറിയാൻ എന്ന് പറഞ്ഞ ഡോക്ടറിനോട് ഇവിടെയുള്ള ഞങ്ങളുടെ മകനാണ് ഈ ചെറിയാൻ ഡോക്ടർ, ഈ ചെറിയാൻ ഡോക്ടറിനോട് പറഞ്ഞു, ജോൺസൺ പാസിന് വെന്റിലേറ്റർ ഇടാൻ ഈ ഹോസ്പിറ്റലിലുള്ളവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് മദ്രാസിൽ നിന്ന് വെന്റിലേറ്റർ ഇടുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് വെന്റിലേറ്റർ. ഏതായാലും പൂർണ്ണ സൗഖ്യത്തോട് കർത്താവിന്റെ ദാസനുമായിട്ട് ഞാൻ ഈ 35 ദിവസവും ഒറ്റ ദിവസം പോലും എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. അത്രയും ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിലായിരുന്നു. കാരണം ഞാൻ രോഗിയായി അച്ഛനെയും കൊണ്ട് പോയി, എല്ലാവരും മരിച്ചു പോകും. ഇതിന്റെ ഇടയ്ക്ക് ചിലരൊക്കെ ഡെഡ് ബോഡി കൊണ്ടുവന്നാൽ നമ്മുടെ ചർച്ചിന്റെ അകത്ത് വെക്കാൻ പറ്റുമോ അതോ നേരെ കൊണ്ടുപോയി അടക്കണോ എന്ന് വരെ ചിന്തിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഏരിയയിലൊന്നും ഡെഡ് ബോഡി അങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റാത്ത, ഭാഷന് അറിയാമല്ല ആ വിഷയം, പറ്റാത്ത സാഹചര്യമായിരുന്നു. അത്രമാത്രം വരെ ചിന്തിച്ചിടത്തു നിന്നും ഈ 35 ദിവസം കഴിഞ്ഞപ്പം കർത്താവിന്റെ ദാസനുമായിട്ട് ഞാൻ ഭവനത്തിൽ വന്നത്. ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ബ്രെയിൻ മലേറിയയിൽ നിന്ന് 1000 പേരിൽ ഒരാൾ പോലും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ സംഭവത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യത്തിൽ ഒന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഇതിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നിൽ തളർന്നു പോകും, അല്ലെ കേൾവി നഷ്ടപ്പെടും, അല്ലെ സംസാരശേഷി നഷ്ടപ്പെടും. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ദൈവം സൗഖ്യമാക്കിയാൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല. അത് ദൈവം സൗഖ്യമാക്കിയാൽ അത് പൂർണ്ണ വിടുതല. ഇന്ന് 25 വർഷം കഴിഞ്ഞു കർത്താവിന്റെ ദാസൻ പൂർണ്ണ ആരോഗ്യമുള്ളവനായി ഇന്നും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നു. അനേക വില്ലേജുകളിൽ കടന്നുപോയി ഒരാഴ്ചയൊക്കെ ട്രെയിനിനും ബസ്സിനും വണ്ടിയിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും കടന്നുപോയി ശുശ്രൂഷയിലായിരിക്കുന്നു. ഇന്ന് 750 സഭ ഒറീസയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 18 ബാച്ച് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസിനെ ഓരോ വർഷം 10 സ്റ്റുഡൻസിനെ വെച്ച് എടുത്ത് പഠിപ്പിച്ച് 18 ബാച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇറക്കുവാൻ കർത്താവായ ദൈവം ഞങ്ങൾക്കിടയാക്കി. ഇതിനൊന്നും ഒരു യോഗ്യതയും പറയാനില്ല. ദൈവം നടത്തിയ വഴികൾ മാത്രമാണ്. ഈ കഴിഞ്ഞ 42 വർഷവും കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അത് ദൈവനാമ മഹത്വം എടുക്കട്ടെ. ഇന്ന് ഒറീസ സ്റ്റേറ്റിന്റെ ഓവർസിയർ ആയിട്ട് ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ പ്രവർത്തനത്തിലായിരിക്കുന്നു. ഡൽഹിയിൽ പാസ്റ്റർ അബ്രഹാമിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ വർക്കറാണ്. 4 പേരാണ് പാസ്റ്റർ അബ്രഹാമിനോട് ചേർന്ന് പ്രവർത്തനത്തിന് ചേർന്നത്. അതിൽ 3 പേരും ഈ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡ് വിട്ടുപോയി. ചിലരൊക്കെ സ്വന്തമായിട്ട് തുടങ്ങി, ചിലർ മറ്റു സ്ഥലങ്ങളിൽ പോയി. എന്നാൽ ഇതുവരെയും അതിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരണാക്കുന്ന ദൈവത്തിന്റെ വചനമാകിയാൽ ഒരാളുടെ അണ്ടറിൽ ദൈവത്തിന്റെ വേല ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ച് ജീവന്റെ അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നുവരെയും ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡ് വിട്ട് പോകുവാൻ ഇടയായില്ല. എന്നാൽ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം IPCയിലാണെങ്കിലും പ്രവർത്തനത്തോടുള്ള മേഖലയിൽ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ വേലയിലായിരിക്കുന്നു. ഇങ്ങനെ ഇന്ന് വരെയും ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ അനേക അനുഭവങ്ങളിൽ കൂടിയാണ് ഇന്ന് വരെ ദൈവം ഞങ്ങളെ നിർത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഇളയ മകൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയുടെ മകനാണ് അത്.
അത് ഞാൻ ആ പറയുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ അനിയത്തി ജനിച്ച് 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് അവൾക്ക് ചെവി കേൾക്കാനും സംസാരശേഷിയും നഷ്ടപ്പെട്ട് 8 വയസ്സ് വരെ അവൾ നടക്കാതെ ഇരുന്നു. എൻ്റെ അമ്മച്ചിയുടെ 45-ാമത്തെ വയസ്സിൽ ഏറ്റവും ഇളയ മകളാണ്. അപ്പൊ ഈ കുഞ്ഞ് നടക്കാതെയൊക്കെ വന്നപ്പോൾ അമ്മച്ചിക്ക് വലിയ വിഷമായി. അമ്മച്ചി പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്കൊരു പെൺകുഞ്ഞാണ്, ഈ കുഞ്ഞ് നടക്കാതെ വന്നാൽ ഈ കുഞ്ഞ് എൻ്റെ കാലശേഷം ഈ കുഞ്ഞിനെ ആര് നോക്കും? ആരായിരിക്കും ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത്? 2 ചെവിയും പഴുത്ത് പൊട്ടിയിട്ട് ചെവിയിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ നാറ്റം നമുക്ക് അടുത്തങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയപ്പോ എൻ്റെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുഞ്ഞ് നടക്കുന്നില്ലല്ലോ. അമ്മച്ചി ആ കിച്ചന്റെ അകത്ത് റൂമിലൊക്കെ കുഞ്ഞിനെ പിടിച്ച് നടത്താനൊക്കെ നോക്കും, പക്ഷെ കുഞ്ഞ് നടന്നിട്ടില്ല. അങ്ങനെ അമ്മച്ചിയുടെ പ്രയത്നവും അമ്മച്ചി എടുത്ത തീരുമാനവും കൊണ്ട് കുഞ്ഞൊരു ദിവസം നടക്കാൻ തുടങ്ങി. 7 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി എടുത്ത തീരുമാനം എങ്ങനെയാണ്, ഈ കുഞ്ഞ് നടന്ന് അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്രാപ്തിയെങ്കിലും ഈ കുഞ്ഞിന് കിട്ടുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ നടത്തി. അന്ന് ഏഴോലി IPC സഭയില് കൂടുന്ന സമയത്താണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട്, ആ കുഞ്ഞിന്റെ കൈ നിറച്ച് പണം, അത് എത്ര ആണോ അത്ര ഈ കുഞ്ഞിന്റെ കൈ നിറച്ച് പണവുമായിട്ട് ഞാൻ ആലയത്തിൽ പോകുമെന്ന്. 7 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ അനിയത്തി നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചി ഈ കുഞ്ഞിന്റെ കൈ നിറച്ച് പണവുമായിട്ട് ചർച്ചിൽ കൊണ്ടുപോയി. അന്ന് മുതൽ ഈ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. ചെവിക്ക് അല്പം പ്രയാസമുണ്ട്, സംസാരത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അവൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും. വലിയ ഇടി വെട്ടിയാലോ അല്ലെങ്കിൽ വലിയ ബസ്സോ ട്രക്കോ ഇങ്ങനെയൊക്കെയുള്ള ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും, മറ്റു ശബ്ദങ്ങളൊന്നും അവൾക്ക് കേൾക്കത്തില്ല. അങ്ങനെ 33 വയസ്സ് പ്രായമാകുന്നവരെയും ഇവിടെ കെട്ടിക്കാതെയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ എന്നും പറയും, എൻ്റെ ചേച്ചിമാരെല്ലാം നല്ലതായിട്ട് ജീവിക്കുക, എന്നെ മാത്രം കെട്ടിച്ചില്ല, എനിക്ക് മാത്രം ആരുമില്ല, അപ്പച്ചനും അമ്മച്ചിയും മരിച്ചാൽ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് എപ്പോഴും കംപ്ലൈന്റ് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്പച്ചൻ ചിന്തിച്ചെന്നാൽ അതുപോലെ അംഗവൈകല്യമുള്ള, അല്ലെ ചെവി കേൾക്കാത്തതോ സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കൊണ്ട് അനിയത്തെ കെട്ടിക്കാമെന്ന് ചിന്തിച്ച് ഒരാളുമായിട്ടുള്ള ആലോചന കടന്നു വന്നു. അത് ജന്മന ചെവി കേൾക്കാത്തതും വർത്താനം പറയാത്ത ഒരാളായിരുന്നു. അങ്ങനെ ആ വ്യക്തിയുമായിട്ട് മോളുടെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ മോൻ ജനിച്ചു. ആ മോന്റെ പേരാണ് ഗിഫ്റ്റൻ. അവന് പേരിട്ടിരിക്കുന്നത് ഞങ്ങൾ ഗിഫ്റ്റൻ മോൻ എന്നാണ്. അവള് മരിക്കുന്നതിന് 6 മാസം മുമ്പ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അനിയത്തി ഏറ്റവും കൂടുതൽ എന്നെയാണ് സ്നേഹിച്ചത്, ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൾക്ക് എന്നോടായിരുന്നു. അവളുടെ ആ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. അപ്പൊ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാലിമാമ്മ, എനിക്ക് വയ്യ, ഞാൻ മരിച്ചു പോകും, എനിക്ക് വയ്യ, എൻ്റെ കുഞ്ഞിനെ അമ്മാമ്മ കൊണ്ടുപോയി വളർത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മാമ്മ കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കരുത്. അങ്ങനെ ഞാൻ അവളുടെ മരണശേഷം, ആ സമയത്ത് എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സാണ്, ഈ മോന് 1.5 വയസ്സാണ്. ഈ മോനെ കൊണ്ട് ഞാൻ ഒറീസയിൽ വന്നു. ഇന്ന് 18 വയസ്സുണ്ട് കുഞ്ഞിന്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളോട് ഒരുമിച്ച് കുഞ്ഞായിരിക്കുന്നു. ഈ ചർച്ചിലെ മ്യൂസിക് കാഷ്യൂ വായിക്കാനും ഗിറ്റാർ വായിക്കാനും അല്ലെങ്കിൽ ഡ്രം സെറ്റ് കൊട്ടാനും എല്ലാത്തിനും അവൻ മിടുക്കന്. അവന്റെ മൂത്ത സഹോദരനെ പോലെ തന്നെയാണ് അവന് മ്യൂസിക് ലൈനിൽ വളരെ ഹെൽപ്പാണ്. ചർച്ചിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിട്ട് അവന് ഇന്നും തുടരുന്നു. +2 ശേഷം അവന്റെ ആഗ്രഹം മ്യൂസിക് പഠിച്ച് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണ് അവന്റെ ആഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും എൻ്റെ മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിട്ട് അവൻ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചു തന്ന കർത്തൃദാസനോടും എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന അരോമ TV-യുടെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ സാലി ജോർജ് ആൻറ്റി. ഇത്രത്തോളം സമയം ദൈവിക നടത്തിപ്പുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരംവേലിൽ മത്തായിച്ചായൻ്റെ കൊച്ചുമകൾ എന്ന നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പദവി വളരെ ബാല്യത്തിൽ തന്നെ ലഭിക്കുവാനും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള
ആത്മാർത്ഥമായ, അഗാധമായ, ആഴമായ ആ ഒരു സ്നേഹം, ബന്ധം, ഉത്തരവാദിത്തം ആ ബാല്യത്തിൽ തന്നെ ലഭിക്കുവാൻ തീർച്ചയായിട്ടും ഒരവസരമുണ്ടായല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീമത്യോസിന് തൻ്റെ വല്യമ്മച്ചിയിൽ നിന്നും അമ്മയിൽ നിന്നും പകർന്നു ലഭിച്ചതായ അതേ ഒരനുഭവം, ആത്മീയ പൈതൃകം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 42 വർഷത്തിലധികമായി വിശ്വസ്തയോടുകൂടി ഒറീസയുടെ മണ്ണിൽ ആ ലഭിച്ച അനുഭവം ഒട്ടും ചോർന്നു പോകാതെ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിന് വിചാരകനാക്കാം എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനപ്രകാരം ആ വിശ്വസ്തതയെ ദൈവം വലിയതായി കണ്ടിട്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ, 700-ലധികം ദൈവസഭകളും ദൈവമക്കളും അനേക പുതിയ പ്രവർത്തനങ്ങളും അതുപോലെ അനേക യൗവനക്കാരെ ദൈവവചനം പഠിപ്പിച്ച് സുവിശേഷ ദൗത്യവുമായി വയലിലിറക്കുവാനും ഒക്കെയുള്ള വലിയ ഒരു ഭാഗ്യകരമായ ഒരു ഉത്തരവാദിത്തം കർത്താവ് ഏൽപ്പിക്കുവാനിടയായി തീർന്നല്ലോ. ആ നല്ല അനുഭവങ്ങൾക്കായി, നല്ല ഓർമ്മയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മരണകരമായ അനുഭവത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ കടന്നു പോയപ്പോൾ ദൈവം അത്ഭുതകരമായി അതിൽ നിന്നൊക്കെ വിടുവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, കുടുംബജീവിതം, ആത്മീയ ശുശ്രൂഷ, ആത്മീയ മക്കളെ ഒക്കെ കർത്താവ് ഏൽപ്പിച്ച് ഇത്രത്തോളം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിർത്തുവാൻ ദൈവത്തിന് കൃപ തോന്നിയല്ലോ. ഇനിയും കർത്താവ് സൗഖ്യവും ആരോഗ്യവും അവസരങ്ങൾ തരട്ടെ. കർത്താവിന് പ്രസാദകരമായ പ്രവൃത്തികളിൽ മുന്നേറുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നാം ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിച്ചു. ശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. അടിയങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ അരോമ TV ചാനലിനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇത്രത്തോളം സമയം ഈ പ്രിയപ്പെട്ട കർത്തൃദാസൻ പ്രിയ ദാനിയേൽ പാസ്റ്ററിന് ഇങ്ങനെ ഒരു വിഷൻ കർത്താവ് കൊടുത്തല്ലോ. അങ്ങനെ അനേകരുടെ സാക്ഷ്യങ്ങൾ ഈ ചാനലിൽ കൂടി അനേകരുടെ മുമ്പിൽ എത്തുവാൻ ഈ ചാനൽ കർത്താവ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. തുടർന്നും കർത്താവെ അനേകർ ഇതിൽ ജീവിക്കുന്ന സാക്ഷ്യങ്ങളെ പറയുവാൻ തക്കൊണ്ടും ഈ ചാനലിനെയും കർത്തൃദാസന്റെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇത്രത്തോളം സമയം അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹത്തിടത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി ഇത്തരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയിപ്പുട മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.